മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് 7 മാസം പിന്നിടുമ്പോഴും ചികിത്സാ സഹായം ലഭിക്കാതെ നിരവധി പേരാണ് അപേക്ഷകളുമായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരുൾപ്പെടെ ചികിത്സാ സഹായ ഫണ്ടിനായുള്ള കാത്തിരിപ്പിലാണ്. മുണ്ടക്കൈ ജുമാ മസ്ജിദിനടുത്ത് താമസിച്ചിരുന്ന പടിക്കപ്പറമ്പിൽ സുഹൈൽ ദുരന്തത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. രക്ഷാപ്രവർത്തകർ കണ്ടെടുത്ത് ഹെലികോപ്റ്റർ മാർഗം മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിച്ചു. കാലിന്റെ ഞെരിയാണിക്കിടയിലൂടെ കമ്പി തുളച്ചു കയറിയതിനാൽ മഞ്ചേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി ദീർഘനാളത്തെ ചികിത്സയിലായിരുന്നു. പരിക്കേറ്റവർക്കായുള്ള സർക്കാർ ചികിത്സാ സഹായ ഫണ്ട് പക്ഷേ ഇതുവരെ സുഹൈലിന് ലഭിച്ചിട്ടില്ല. എന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇതാക്കിയിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക്. അങ്ങനെ ഞാൻ വന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സയും കാര്യങ്ങളും അവിടുന്ന് കോഴിക്കോടേക്ക് മാറ്റി. അവിടുന്ന് വരുമ്പോൾ ഒരു 1.5 മാസത്തോളം എടുത്ത് കാലും ഇതൊക്കെ റെഡിയായി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ ചികിത്സാ ഫണ്ടിൻ്റെ പുറകെ പോയപ്പോൾ ഓല് പറഞ്ഞത് എന്താ വെച്ചാൽ വൈത്തിരി താലൂക്കിലാണ് പോയത്. അപ്പോൾ ഇപ്പോൾ ചികിത്സിക്കണ നിലവിൽ ആരൊക്കെ മുറിവ് പറ്റിയിട്ട് അതായത് ഓലിക്കുള്ളൂ ചികിത്സാ ഫണ്ട്. സുഹൈലിന്റെ വീടിരുന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ ചിത്രമാണിത്. ഉപ്പയും ചെറിയ സഹോദരനുമടക്കം മരണത്തിന് കീഴടങ്ങിയപ്പോൾ മറ്റൊരു സഹോദരനും ഉമ്മയും ഗുരുതര പരിക്കുകളോടെ ദുരന്തത്തെ അതിജയിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച ചികിത്സാ സഹായ ഫണ്ട് ഇവർക്കും ലഭിച്ചിട്ടില്ല. എൻ്റെ ഉമ്മ, ഞാൻ, അതേപോലെ എൻ്റെ അനിയൻ, പിന്നെ എൻ്റെ ഉപ്പൻ്റെ ഏട്ടുണ്ട്. അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ചികിത്സാ ഫണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും പരിക്കുന്നു. ഉമ്മക്ക് തല ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിയിരുന്നു. ചൂരൽമലയിലെ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ഉസ്മാൻ ബാപ്പുവും ചികിത്സാ സഹായത്തിനായി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. ഇപ്പോഴും ചികിത്സ തുടരുന്ന കുടുംബത്തിലെ 3 പേർക്കായി മാസം തോറും 20,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് പാസ്സായിട്ട് കളക്ടർ ഒപ്പുവെക്കാൻ താമസമുള്ള ആളുകൾ ഇവരെ ഒപ്പുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈസ കിട്ടും. ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരങ്ങളായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ ഒന്നിൻ്റെ വല്യമ്മ ചികിത്സയിലാണ്, ഭാര്യ ചികിത്സയിലാണ്. അവരൊക്കെ ചികിത്സയ്ക്ക് ഞങ്ങൾക്ക് പണമില്ല. ദുരന്തത്തെ അതിജയിച്ചവർ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ചെറിയ സംരംഭങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. അതിനിടയിലും സർക്കാർ സഹായം ലഭിക്കാത്തത് ഇരട്ടി ദുഃഖമായി മാറുന്നു. ശരത് ലാലിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1, വയനാട്.